നല്ലൊരു പാസ്ട്രിയുടെ ഷോപ്പ് ഇവിടെ സെൻറ്റ് കാതറിൻസിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഫാദേഴ്സ് ഡേയും കൂടിയാണല്ലോ, അപ്പോൾ ഏട്ടനൊരു ട്രീറ്റ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നതാണ്. ഇതിൻ്റെ കടയുടെ പേര് something like that. Okay. Ninway. Yeah, Turkish restaurant ആണ്. അപ്പോൾ ഇവിടെ ഒത്തിരി പാസ്ട്രീസും കുനാഫയും പിന്നെ അവരുടെ ഫ്ലാറ്റ് ബ്രെഡും അവരുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോഗ് കണ്ടതുകൊണ്ട് ഞാൻ ഏട്ടനൊരു സർപ്രൈസ് ആയിട്ടോട് ഞാൻ ഇവിടെ സ്ഥലം വരെ പറഞ്ഞിട്ടില്ല എന്താണ് ഇവിടുത്തെ എവിടെയൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പോൾ അവിടെ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്ട്രോബെറി മറ്റേ ദുബായ് ചോക്ലേറ്റിൻ്റെ സ്ട്രോബെറി കപ്പും അങ്ങനെയുള്ള കുറേ ഇപ്പോൾ ഇത് വൈറലാണല്ലോ ചോക്ലേറ്റ്, ദുബായ് ചോക്ലേറ്റ് അതും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു പ്ലേറ്റ് ഉണ്ട്. അതാകുമ്പോഴത്തേക്കും അസോർട്ടഡ് ആയിട്ടുള്ള ബക്ലാവയും അവരുടെ ഡെസേർട്ടും ഒക്കെ ആയിട്ടുള്ളതാണ്. അവരുടെ നിനവ പ്ലേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അതാണ് ഒന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് അവരുടെ കുനാഫയാണ്. പക്ഷേ ഈ കുനാഫ അവിടെ ഓൾറെഡി തീർന്നു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലേറ്റ് ഈ ഒരു ഇത് വെറൈറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ സ്പെഷ്യാലിറ്റി സ്ട്രോബെറി കപ്പ്, ദുബായ് ചോക്ലേറ്റ് സ്ട്രോബെറി കപ്പാണ്. അതിനകത്ത് ദുബായ് ചോക്ലേറ്റും സ്ട്രോബെറിയും ഒക്കെ ആയിട്ടുള്ള ഫിൽഡായിട്ടുള്ള ഒരു ദുബായ് ചോക്ലേറ്റ് സ്ട്രോബെറി കപ്പാണ്. പിന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത് സ്പെഷ്യാലിറ്റി ദുബായ് ചോക്ലേറ്റ്, മൈ ഫേവറേറ്റ്. അപ്പോൾ ഇത് ഇവിടെ ഇത് ഞാനിപ്പോൾ പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, ട്രൈ ചെയ്യാൻ പോണത് അവരുടെ സ്ട്രോബെറി കപ്പാണ്. സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ടോണിയോ ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നത് മിക്സ് ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷെ എങ്ങനെയാ കഴിക്കണ്ടേന്ന് മാത്രമല്ല. എനിവേ ഞാൻ എൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ഡിക്ക് ചെയ്തെടുത്തിട്ട് ട്രൈ ചെയ്യട്ടെ. നിലത്ത് പോലെ ഞാനും ട്രൈ ചെയ്യാം. അടിപൊളിയാണോ? സ്ട്രോബെറി ഇത്രയും ടേസ്റ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കണത്. കാരണം ദുബായ് ചോക്ലേറ്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ആ ഒരു വെർമിസിലി പോലെയുള്ള ആ ഒരു ക്രഞ്ചിനെസ്സും പിന്നെ പിസ്താഷ്യോൻ്റെ പേസ്റ്റ് അതും പിന്നെ ചോക്ലേറ്റും പിന്നെ സ്ട്രോബെറിയും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കൊരു എന്താ പറയുക ഒരു പവർ പാക്ക് സാധനമാണ്. അടിപൊളി. ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി അടുത്തത് ടോവിനോന്റെ ഇട്ടാണ്. ടോവിനോ അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഓക്കെ, നോക്കിട്ട് പറഞ്ഞു. അടിപൊളി എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് അവരുടെ കുനാഫയാണ്. റെഡ് കളറൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഏത് തരം സ്പെഷ്യാലിറ്റിയാണെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു 3 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇതിനകത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മേടിച്ചതാണ്. ലെറ്റ് മീ ട്രൈ. ഇത് പറിക്കാൻ പറ്റുന്നില്ല. എനിവേ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാം. കുഴപ്പമില്ല. ഇനി ഈ വെറൈറ്റീസ് കഴിച്ചു നോക്കാൻ പോവാണേ. ഇതിൽ എല്ലാത്തിന്റെ റിവ്യൂ ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഇത് ഞങ്ങൾ കഴിച്ചിട്ട് എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഓവർ റിവ്യൂ തരാം കേട്ടോ.
ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ടർക്കിഷ് കോഫി കഴിക്കാതെ പോണത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ടർക്കിഷ് കോഫി ഓർഡർ ചെയ്തായിരുന്നേ. ഇതിനകത്താണ് ടർക്കിഷ് കോഫിയുടെ ഇതുള്ളത്. പിന്നെ കപ്പും സോസറുമായിട്ട് ഇതാണ് ഉള്ളത്. ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു രാജപ്രൗഢിയാണ്. ഓക്കെ, സോ അറബിക് സ്റ്റൈൽ ടർക്കിഷ് സ്റ്റൈലാണല്ലോ. ഇത് കണ്ടോ, കപ്പ് ഇങ്ങനെയാണ്, ഇതാണ് കപ്പ്, ഇതിൻ്റെ മൂടി. ഓക്കെ, എന്നിട്ട് ഐ തിങ്ക് ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കുടിക്കുന്ന തോന്നണത്. എനിക്ക് ഉറപ്പാ ഇത് കഴിച്ചിട്ട് വായിക്കാണ്ട് വെക്കാൻ പറ്റത്തില്ല എന്ന്. എന്നാലും ഇവിടെ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ടർക്കിഷ് കോഫി എന്താണെന്നൊന്ന് ട്രൈ ചെയ്യണം. അത് കുറേ നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്താണ്. കയ്പാണെങ്കിലും സാരില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ചൂട് നല്ലൊരു മണമുണ്ട് കേട്ടോ. ഞാൻ മണക്കട്ടെ. സാധാരണ ഒരു ഗ്രൗണ്ട് കോഫിയുടെ മണമല്ല കേട്ടോ. സാധാരണ ഒരു ഗ്രൗണ്ട് കോഫിയുടെ മണമല്ല, അതല്ലാതെ എന്തോ ഒരു വേറൊരു ഫ്ലേവറിൻ്റെ ഒരു മണമാണ് കേട്ടോ വരുന്നത്. എന്തോ ഒരു സ്പൈസസിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ വിചാരിച്ച അത്രയും കയ്പല്ല കേട്ടോ. ഞാനിത് ഭയങ്കര കയ്പൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കരമായിട്ട് ഇതായിരിക്കും എന്നാണ് വിചാരിച്ചത്. വായിക്കാതെ വെക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് കോഫിയാണ്, പക്ഷെ ഇതെന്തോ ഒരു ഫ്ലേവറും അതിനകത്തുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം, എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു രാജകീയ പ്രൗഢിയിലൊരു കോഫി. നൈസ്. അപ്പോൾ ഞാൻ കോഫി കുടിച്ച് കഴിഞ്ഞു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഭയങ്കര മട്ടിങ്ങനെ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ ഇളക്കാതെ ഇതിൻ്റെ മുകളിൽ നിന്ന് വേണം ജസ്റ്റ് ഇങ്ങനെ കോഫി ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, കാരണം ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത് കണ്ടോ മട്ട് കണ്ടോ. അപ്പോൾ അതങ്ങനെ. ഓക്കെ, കോഫി കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ടോണിയോയ്ക്ക് ദുബായ് ചോക്ലേറ്റ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് മതിയായി, കാരണം മധുരം അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ മധുരം ഇന്നിപ്പോൾ കുറേ നാൾക്ക് ശേഷം കഴിച്ചപ്പോൾ ഒരു മട്ടിപ്പ്, അത്രയും സ്വീറ്റ് അങ്ങനെ ചെല്ലുന്നില്ല. അപ്പോൾ എന്തായാലും ദുബായ് ചോക്ലേറ്റ് പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് അതിനിപ്പോൾ ട്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. അടിപൊളി ടേസ്റ്റ്. അടിപൊളി. അടിപൊളി. ഇതിപ്പോൾ ഞാനും കൂടി ചെറിയൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ചോക്ലേറ്റ് എനിക്ക് പണ്ട് തന്നെ ചോക്ലേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഡയറി മിൽക്കിൻ്റെ തന്നെ ഫ്രൂട്ടാനായിട്ടാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദുബായ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ പിസ്താഷിയോയും പിന്നെ ആ ഒരു സാധനം ഫില്ലിംഗ് ഒക്കെ ഉള്ളപ്പോൾ കുറച്ചുകൂടെ ക്രഞ്ചിനെസ്സും പിന്നെ ആ ഒരു പിസ്താഷിയോൻ്റെ ആ ഒരു പേസ്റ്റൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ സ്പെഷ്യലാണല്ലോ. അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സൂപ്പർ. അടിപൊളി. അപ്പോൾ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ അതേപോലെ തന്നെ ടർക്കിഷ് ഡിലൈറ്റ്സ് കാര്യങ്ങൾ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, സ്വീറ്റ്സ് മാത്രമല്ല, അവരുടെ പിസ്സയുണ്ട്, പിന്നെ അവരുടെ ഫ്ലാറ്റ് ബ്രെഡ്, പിന്നെ അവരുടെ ഷവർമ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അത്രയൊന്നും ഫുഡ് വേണ്ടായിരുന്നത് കൊണ്ടിട്ട് മാത്രം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇവരുടെ ഈ ട്രീറ്റ്സ് മാത്രം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇവിടെ ഉള്ളവർ. ഓക്കെ, ബൈ ബൈ.